ഫാദർ ടോം ഉഴുന്നേലിനെ യമനിൽ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചു. കേന്ദ്ര മന്ത്രി സുഷമ സ്വരാജ് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന വിവരവും അവർ നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സവാദ് മുഹമ്മദ് ചേരുന്നു. സവാദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, മാർച്ച് 4-നാണ് യമനിലെ ഫാദർ ടോം ഉഴുന്നാൽ ജോലി ചെയ്യുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി ഓൾഡ് ഏജ് ഹോമിന് നേർക്ക് IS ഭീകരർ ആക്രമണം നടത്തിയത്. 4 ആയുധധാരികളായ 4 പേർ ഇവിടെ കടന്ന് തുരുതുര വെടിവെക്കുകയായിരുന്നു. 15 പേര് അന്ന് കൊല്ലപ്പെട്ടിരുന്നു. 4 ഇന്ത്യൻ വംശജരായിട്ടുള്ള കന്യാസ്ത്രീകൾ അടക്കമുള്ളവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് തന്നെ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഒപ്പമുള്ളവരൊക്കെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. ഇന്ന് രാവിലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അവർ ട്വിറ്ററിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS തന്നെയാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വരികയാണ് എന്ന കാര്യമാണ് അവർ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഉഴുന്നാലിനെ കുരിശിലേറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് IS എത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. പ്രത്യേകിച്ച് ദുഃഖവെള്ളി ദിവസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണ് IS എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി പോയിട്ടില്ല. ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് IS തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. മോചനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിവരികയാണെന്നും അത് വിജയിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ഇപ്പോൾ സുഷമ സ്വരാജ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. സനീഷ്, നന്ദി സവാദ് വിവരങ്ങൾക്ക്. ഫാദർ ടോം ഉഴുന്നേലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന വിവരങ്ങളാണ് കേന്ദ്ര മന്ത്രി സുഷമ സ്വരാജ് നിന്നും ലഭിച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് സവാദ് മുഹമ്മദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്.